എൻ്റെ ഹെയറിന് ഇത്രയും അധികം ചേഞ്ച് ഉണ്ടാക്കി തന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള സെറമാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത്. എൻ്റെ മുടി കട്ടി വെക്കുന്നതിനും അതുപോലെ തന്നെ നീളം വെക്കുന്നതിനും ഒക്കെ ഇത് സഹായിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ നോക്കുക. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സാന്ദ്ര 7. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞൊരു സെറമാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സെറമാണ്. ആക്ച്വലി കുറച്ച് നാൾക്ക് മുമ്പ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര വൈറലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ കുറേ നാൾക്ക് കൊണ്ട് ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരുന്നിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നിങ്ങളിലേക്ക് കൂടെ എത്തിക്കാമെന്ന്. അത് മാത്രമല്ല കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, കഴിഞ്ഞ സെറത്തിന് വീഡിയോ ഇട്ടപ്പോൾ സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് സ്റ്റോർ ചെയ്താൽ വയ്ക്കാൻ പറ്റില്ല, ഉലുവയുടെ ചില സ്മെല്ലുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഈ സെറം. ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. ഏകദേശം ഒരു 2 ആഴ്ചയൊക്കെ നമുക്ക് നോർമൽ ടെമ്പറേച്ചറിൽ വയ്ക്കാം. അതിൽ കൂടുതലൊന്നും വെക്കാൻ പറ്റത്തില്ല. നാച്ചുറൽ പ്രോഡക്ട്സ് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. കൂടുതൽ കാലമൊന്നും ഈ നോർമൽ ടെമ്പറേച്ചർ വെക്കാൻ പറ്റില്ല. ഫ്രിഡ്ജിൽ തന്നെ വെച്ച് സൂക്ഷിക്കുക. പിന്നെ ഓവറായിട്ട് ഉണ്ടാക്കാൻ പാടില്ല. ഒരു ചെറിയ ബോട്ടിലൊക്കെ ഉണ്ടാക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഒരുപാട് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. എനിക്കിന്ന് ഒരുപാട് സംസാരിക്കാനൊന്നും പറ്റില്ല. ആക്ച്വലി എനിക്ക് നല്ല പനിയുണ്ട്. ഓക്കെ നല്ല പനിയുണ്ട്, എനിക്ക് ഒട്ടും വയ്യ. എന്നിട്ടും പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ നിങ്ങൾ എന്തായാലും ചോദിക്കും, ഇത്ര വയ്യെങ്കിൽ പിന്നെ എത്ര കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്യേണ്ട വല്ല ആവശ്യമാണോ എന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെ ചോദിക്കുന്നവരോടത്ത് എനിക്ക് എന്തായാലും മുന്നേ ആൻസർ കൊടുക്കാമല്ലോ. അങ്ങനെ എന്തായാലും കമൻറ്റ് വരും. അപ്പോൾ അതുകൊണ്ട് മുന്നേ പറയുകയാണ്, എനിക്ക് വീഡിയോ ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല, എനിക്കിപ്പോൾ കുറച്ച് റീച്ച് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ 25K ആയി. 25K ആയി. നമ്മുടെ ഫാമിലി 25 ആയി. ഭയങ്കര സന്തോഷമുണ്ട്. കുറച്ച് നാൾക്ക് മുമ്പാണ് ഞാൻ 10K ആയത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 25K ആയല്ലോ. ഭയങ്കര സന്തോഷമുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും അതേപോലെ തന്നെ നിങ്ങൾ വീഡിയോ കാണുന്നതുകൊണ്ടും ഇപ്പോൾ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ്സ് ഉള്ളതുകൊണ്ടും പിന്നെ ബാഡ് കമൻറ്റ്സും ഉണ്ട്, അത് വേറെ കാര്യം. ഓക്കെ, എല്ലാം നെഗറ്റീവായിരുന്നാലും പോസിറ്റീവായിരുന്നാലും ഒരുപാട് പേര് എനിക്കിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് 25K ആവാൻ സാധിച്ചത്. അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഇതുപോലെ ഉണ്ടായിരിക്കണമെന്ന് പറയുന്നു. അപ്പോൾ അതാണ്, എനിക്ക് പനിയായതുകൊണ്ടാണ് വീഡിയോ ഇങ്ങനെ കുറച്ച് ലാഗായിട്ട് വരുന്നത്. എനിക്കിങ്ങനെ ശ്വാസം ഇങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ വീഡിയോ എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് കുറച്ച് റീച്ച് കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് ആ റീച്ച് ഇങ്ങനെ കളയുന്നത്, ഇത്രയും ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ റീച്ച് ഇങ്ങനെ പെട്ടെന്നൊരു ദിവസം പനിയായെന്ന് വിചാരിച്ച് നമുക്ക് കളയുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ വീണ്ടും നമ്മുടെ താഴേക്ക് തന്നെ പോകും. അപ്പോൾ എനിക്കിങ്ങനെ ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് വയ്യാതെ ആയിരുന്നാലും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. ഇപ്പോൾ എൻ്റെ കാര്യമായിരുന്നാലും മറ്റുള്ളവരുടെ കാര്യമായിരുന്നാലും നമുക്കിപ്പോൾ വയ്യ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖമുണ്ട് എന്നൊക്കെ കരുതിയിട്ട് നമ്മൾ ചെയ്യുന്ന വർക്കിലൊരിക്കലും കുറയാനോ അല്ലെങ്കിൽ അത് മുന്നോട്ട് പോകുന്നത് നിർത്താനോ ഒന്നും ചെയ്യരുത്. മുന്നോട്ട് തന്നെ പോവുക. എന്തൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് പ്രതിസന്ധികളൊക്കെ ഒരുപാടുണ്ടാവും, പക്ഷേ എന്നാലും നമ്മൾ മുന്നോട്ട് തന്നെ പോകണം. അപ്പോൾ അതുകൊണ്ടാണ് വിചാരിച്ചു എന്തായാലും വീഡിയോസൊക്കെ ചെയ്യണം. റീച്ച് കിട്ടുന്നത് നമുക്ക് കളഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും നമ്മൾ ഫ്ലോപ്പ് ആവും, ബാക്കിലേക്ക് പോകും. അതിനേക്കാളും നല്ലത് വയ്യെങ്കിലും നമ്മൾ വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മുന്നോട്ട് തന്നെ പോകാൻ പറ്റും. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്ന് എൻ്റെ മുടി കണ്ടിട്ട് നിങ്ങൾ ആരും പേടിക്കേണ്ട. 2 ദിവസമായി കുളിച്ചിട്ട് എനിക്ക് വയ്യാത്തതുകൊണ്ട് എനിക്ക് കുളിക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ മുടി ആകെ മറ്റേ ഷോക്ക് അടിച്ചാണക്കിരിക്കുകയാണ്, എറുത്തടിച്ചാണക്കിരിക്കുകയാണ്. രാവിലേക്ക് കഴിക്കുമ്പോൾ ഇങ്ങനെ സ്പ്രിങ് കണക്കിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം. എങ്ങനെയാണ് സെറം പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നേ എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് സാന്ദ്ര, ഞാൻ ബ്യൂട്ടി വ്ളോഗറാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ സെറം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 1 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നതിൻ്റെ അളവനുസരിച്ച് എടുക്കാവൂ. എൻ്റെ അഭിപ്രായത്തിൽ 1 ഗ്ലാസ് വെള്ളം വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് പിന്നെ ഇവിടെ ചേർക്കാൻ പറ്റുന്നത് ഗ്രാമ്പൂ ആണ്. ഒരു 4, 5, 6 അത്രയൊക്കെ മതി കേട്ടോ. ഒരു 6, 7 അത്രയൊക്കെ മതി. അതിൽ കൂടുതലൊന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ആവശ്യം മതി. ഇത് നോർമലായിട്ട് കടയിൽ കിട്ടുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളിവിടെ ചേർക്കുന്ന റോസ്മേരി ലീവ്സ് ആണ്. ഇതിന് പകരം എന്ത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നവർക്ക് ഇതിന് പകരം ഒന്നുമില്ല. റോസ്മേരി ഗ്രാമ്പൂവിന് പകരം വേറെ ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് പകരം ഉലുവ ചേർക്കാം. അത് പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോയും കൂടെ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉലുവ കുറച്ച് പെട്ടെന്ന് ചീത്തയായി പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഇത് തിളപ്പിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ടാൽ വെള്ളം വറ്റുന്നതല്ലാതെ ഇതിൻ്റെ എസൻസ് ഒന്നും വരില്ല. അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ നമ്മളിതിനെ തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് നമ്മളതിനെ വെള്ളം മാത്രമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഇത് 2 ആഴ്ചയൊക്കെ നമ്മുടെ നോർമൽ ടെമ്പറേച്ചർ ഇരിക്കും. 1 ആഴ്ച ശേഷം ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ. 2 ആഴ്ചയൊക്കെ നോർമൽ ടെമ്പറേച്ചർ വയ്ക്കും. ഉലുവ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് സ്മെല്ല് വരാനുള്ള സാധനം, പക്ഷേ ഇതിന് അത്ര സ്മെല്ലൊന്നും വരില്ല. രാത്രി കിടക്കുന്നതിന് മുന്നേ അപ്ലൈ ചെയ്യുക. എന്നിട്ട് വാഷ് ചെയ്ത് കളയണമെന്നുള്ളവർക്ക് വാഷ് ചെയ്ത് കളയാം. നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാഷ് ചെയ്ത് കളയാം. ഞാൻ പേഴ്സണലി എനിക്ക് അങ്ങനെ വാഷ് ചെയ്ത് കളയണമെന്ന് തോന്നാറില്ല. പിന്നെ എന്താ പറയുക, രാത്രി കിടക്കുന്നതിന് മുന്നേ അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. രാവിലെ ആകുമ്പോൾ അപ്ലൈ ചെയ്തിട്ട് പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ
നീരിറക്കം വരാനുള്ള സാധ്യതയുണ്ട്. അതായത് ജലദോഷമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാം. നോർമലായിട്ട് നമ്മുടെ നാച്ചുറൽ പ്രൊഡക്ട്സ് ആണല്ലോ, സോ അതുകൊണ്ട് തന്നെ നീരിറക്കം വന്നാൽ ജലദോഷമൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ രാത്രി അപ്ലൈ ചെയ്തിട്ട് കിടക്കുക. പിന്നെ എല്ലാ ദിവസവും ഇത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ എല്ലാ ദിവസവും ചെയ്യാൻ പറ്റാത്തവർക്കാണെങ്കിൽ 5 ദിവസം എങ്കിലും മാക്സിമം നിങ്ങൾ ചെയ്യാൻ നോക്കുക. പിന്നെ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഓയിൽ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല, കാരണം സെറമാണ്. സോ നിങ്ങൾ കുളിക്കുന്നതിന് മുന്നേ ഓയിൽ അപ്ലൈ ചെയ്താൽ നല്ലതാണ്. പക്ഷേ സെറം ആയതുകൊണ്ട് തന്നെ ഈ രാത്രിയൊക്കെ കിടക്കുന്നതിന് മുന്നേ ഹെയറിൽ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. കുളിക്കുന്നതിന് മുന്നേ ഓയിൽ അപ്ലൈ ചെയ്താൽ നിങ്ങളുടെ ഹെയർ ടൈപ്പ് അനുസരിച്ചുള്ള ഓയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക, അത്രയും മാത്രമേ ഉള്ളൂ. ഇതിലുപരി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഹലോ ഗൈസ്, അപ്പോൾ സെറത്തിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരു സെറം തന്നെയാണ്. നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നതുമാണ്. അതുപോലെ ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സെറമാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ മുടി വളരും എന്ന് പ്രതീക്ഷിക്കേണ്ട, ടൈം എടുക്കും. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക. എനിക്ക് ഇടയ്ക്ക് ഒരു കമൻറ്റ് വന്നതാണ്, കുറേ പാക്ക് കണ്ടിട്ട് എനിക്ക് ആകെ കൺഫ്യൂഷൻ ആവുന്നു എന്ന് ചോദിച്ചിട്ട്. ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത് വെച്ചാൽ പലർക്കും പല സ്കാൽപ്പാണ്, പലർക്കും പല ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് തലയിൽ യൂസ് ചെയ്യുമ്പോൾ അത് എഫക്റ്റ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ വേറെ ഉള്ള ആൾക്കാർക്ക് യൂസ്ഫുൾ ആവുള്ളൂ. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു പാക്ക് കണ്ടിട്ട് അത് യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് മാത്രം കണ്ടിന്യൂ ചെയ്യുക. പിന്നെ വരുന്ന വീഡിയോസിലുള്ള പാക്കുകളൊന്നും ട്രൈ ചെയ്യാതിരിക്കുക. കാണുന്നതിൽ പ്രശ്നമൊന്നുമില്ല, പക്ഷേ നമ്മൾ ട്രൈ ചെയ്യാതിരിക്കണമെന്ന് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. എന്തെങ്കിലും ഒന്നിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക, എങ്കിൽ മാത്രം റിസൾട്ട് കിട്ടും. അല്ലാതെ എല്ലാം കൂടി എടുത്ത് തേച്ച് കഴിഞ്ഞാൽ ഒരിക്കലും റിസൾട്ട് കിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ അത്രേ പറയാനുള്ളൂ. മറ്റൊരു വീഡിയോ കാണുന്നവരെയും ബൈ ബൈ.